EM നജീബ് കൂടി ചേരുകയാണ്, വ്യവസായിയാണ്. ശ്രീ നജീബ്, താങ്കൾ റോയിയുടെ മരണവാർത്ത അറിഞ്ഞു എന്നാണ് ഞാൻ കരുതുന്നത്. അദ്ദേഹവുമായി എത്ര കാലമായി അങ്ങേക്ക് പരിചയമുണ്ട്? എങ്ങനെയാണ് അദ്ദേഹത്തിന്റെ ഈ മരണത്തെക്കുറിച്ചുള്ള താങ്കളുടെ പ്രതികരണം? റോയിയുടെ ഈ മരണം വളരെ ദുഃഖകരവും നിർഭാഗ്യകരവും ഞെട്ടിക്കുന്നതുമാണ്. റോയിയെ എനിക്ക് പേഴ്സണലായിട്ട് ഒരു 10-20 വർഷമായിട്ട് അറിയാം. കാര്യം വളരെ റെപ്യൂട്ടഡ് ആയിട്ട് കേരളത്തിലും ദുബായിലും അതുപോലെ തന്നെ ബാംഗ്ലൂരും നിരവധി പ്രോജക്ട്സും റിസോർട്ട് പ്രോജക്ട്സും ടൂറിസം പ്രോജക്ട്സും ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ വളരെ പേഴ്സണലായിട്ട് അറിയാം. വളരെ സോഷ്യലി കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു പേഴ്സണായിട്ട് ഒരുപാട് സോഷ്യൽ കാര്യങ്ങളിൽ കൾച്ചറൽ ആക്ടിവിറ്റീസിന്റെ ആണെങ്കിലും അല്ലാതെയുള്ള ചാരിറ്റബിൾ ആക്ടിവിറ്റീസിന്റെ ആണെങ്കിലും ഒക്കെ തന്നെ വർഷങ്ങളായിട്ട് അദ്ദേഹം അതിനകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യും, അതിനകത്ത് സംഭാവന ചെയ്ത ആൾക്കാരെ സഹായിക്കുന്നതിനൊന്നും ഒരു പ്രയാസവും കാണിച്ചിട്ടില്ലാത്തൊരു വ്യക്തിയാണ് ശ്രീ റോയി. അപ്പോൾ ഈ മരണം എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നു അദ്ദേഹത്തിന് ഈ 3 ദിവസമായി നടക്കുന്ന റെയ്ഡ് അല്ലെങ്കിൽ അതിന്റെ ഒരു പ്രഷർ താങ്ങാൻ പറ്റാതെ ഉണ്ടായ ഒരു മാനസിക നിലയിൽ കൊണ്ടായിരിക്കും അങ്ങനെ സംഭവിച്ചത്. ഒരിക്കലും അങ്ങനെ സംഭവിക്കാൻ പാടില്ല, അങ്ങനെ ആകാനും പാടില്ല. കാര്യം വെച്ചാൽ ഇപ്പോൾ ഇൻകം ടാക്സ് ആയാലും അല്ലെങ്കിൽ എൻഫോഴ്സ്മെന്റ് ആയാലും അവർക്ക് അവരുടേതായ ചില കാര്യങ്ങൾ വ്യവസായ സ്ഥാപനങ്ങളുമായിട്ട് ഒരു പക്ഷേ പരിശോധിക്കാനും ഒക്കെയുള്ള അവകാശവും അതിനുള്ള അധികാരവും ഉണ്ടായിരിക്കും. പക്ഷെ അങ്ങനെ വരുമ്പോൾ പുള്ളിക്ക് ഒരു പക്ഷേ പുള്ളിയെ കോർണർ ചെയ്തുകൊണ്ടുള്ള എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് അറിയില്ല. ഇപ്പൊ വരുന്നതനുസരിച്ചാണ് പുള്ളിക്ക് പ്രഷർ താങ്ങാൻ പറ്റാതെ വരികയും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യും എന്നുള്ളൊരു ഫീലിംഗ്, ഒരു ഇൻഫർമേഷൻ വരികയും ചെയ്തതിന്റെ ഫലമായിട്ടാണ് അദ്ദേഹം ഇങ്ങനെ ചെയ്തതെന്നാണ് മനസ്സിലാക്കുന്നത്. സാമ്പത്തികമായിട്ട് മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടായതായിട്ട് ആർക്കും അറിയില്ല. കാര്യം പുള്ളി എപ്പോഴും പറയുന്ന കാര്യം സീറോ ഡെറ്റ് കമ്പനിയാണ് എൻ്റെ കമ്പനി, അപ്പോൾ ഞാനങ്ങനെ ലോൺ വാങ്ങിക്കോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നുമില്ല. ധാരാളം പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, തീർച്ചയായിട്ടും അതിനുള്ള ലാഭവും ബാക്കിയുള്ള കാര്യങ്ങളും ഉണ്ടാവും. അതുമായിട്ട് എന്തെങ്കിലും ഇൻകം ടാക്സുമായിട്ടോ അല്ലെങ്കിൽ അതുമായിട്ട് എന്തെങ്കിലും വീഴ്ചകളോ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് നമുക്കറിയില്ല. അതെല്ലാം പരിശോധനയ്ക്ക് ശേഷം അതിൻ്റെതായ ഏജൻസികൾ പറയേണ്ടതാണ്. അല്ലെങ്കിൽ ബിസിനസ് ഫെയിലിയർ ആയിട്ട് എന്തെങ്കിലും വന്നിട്ടുണ്ടോ എന്നും അറിയാൻ പാടില്ല. ബിസിനസ് ആകുമ്പോൾ തീർച്ചയായിട്ടും ഉയർച്ചയും താഴ്ചയും എല്ലാം ഉണ്ടാകുന്നത് സ്വാഭാവികമാണ്. പക്ഷേ ഈ കാര്യത്തിൽ അങ്ങനെയുള്ള സംഭവ വികാസങ്ങളൊന്നും തന്നെ ചൂണ്ടിക്കാണിക്കപ്പെട്ടിട്ടില്ല. അപ്പോൾ വളരെ നിർഭാഗ്യകരവും വളരെ ഞെട്ടിക്കുന്നതുമാണ്. ഒരുപക്ഷെ ഇന്ത്യയിലെ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസീസ് തന്നെ ഈ ബിസിനസ് സ്ഥാപനങ്ങൾ റെയ്ഡോ മറ്റോ കാര്യങ്ങളോ അല്ലെങ്കിൽ പരിശോധനകളൊക്കെ നടത്തുമ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾ കൂടി ശ്രദ്ധിച്ചുകൊണ്ട് ചെയ്യേണ്ട ഒരു സ്വാഭാവിക രീതിയിലുള്ള ഒരു നോംസ് ഉണ്ടാക്കേണ്ട ആവശ്യമുണ്ട് എന്ന ഈ ഒറ്റ സംഭവം കൊണ്ട് തെളിയിക്കുകയാണ്. കാര്യം ഇത് നമുക്കൊരു രാജ്യത്തിന്റെ തന്നെ റെപ്യൂട്ടേഷൻ ബാധിക്കുന്ന ഒരു കാര്യമാണ്. അദ്ദേഹത്തിന്റെ കർമ്മക്കോടോ ബാക്കിയുള്ള കാര്യങ്ങളോ ഉണ്ടെങ്കിൽ അത് ഡീൽ ചെയ്യുന്നത് പ്രഷറൈസ് ചെയ്തുകൊണ്ടായിരിക്കേണ്ട കാര്യമില്ല. കാര്യം ഡോക്യുമെന്റ്സും കാര്യങ്ങളും ഉണ്ടെങ്കിൽ അതിനനുസരിച്ച് ഗവൺമെന്റിന് ബന്ധപ്പെട്ട അധികാര ഏജൻസികൾക്കും തീർച്ചയായിട്ടും നടപടിയെടുക്കാം. അല്ലാതെ എന്തെങ്കിലും ആണോ സംഭവിച്ചതെന്നല്ല ഇനിയിപ്പോൾ അന്വേഷണത്തിന് തെളിയാൻ പറ്റുള്ളൂ. പക്ഷെ എന്തായാലും ഏറ്റവും ദുഃഖകരമാണ്. കാര്യം റിയൽ എസ്റ്റേറ്റ് രംഗത്തും മറ്റ് ടൂറിസം രംഗത്തും മറ്റ് വ്യവസായ രംഗങ്ങളും എല്ലാം തന്നെ തിളങ്ങി നിന്നൊരു വ്യക്തിത്വമാണ് CJ റോയിയുടെ. അത് തന്നെയാണ്, ഇത്തരം മേഖലകളിലൊക്കെ ഏറെ തിളങ്ങി നിന്നിരുന്ന, സാമ്പത്തികമായി യാതൊരു തരത്തിലും പ്രതിസന്ധി ഇല്ലാതിരുന്ന, ബിസിനസ് സീറോ ഡെറ്റ് ആയി കൊണ്ടുപോയിക്കൊണ്ടിരുന്ന ഒരാളുടെ ആത്മഹത്യ എന്ന് പറയുന്നത് വിശ്വസിക്കാനേ ആകുന്നില്ല. താങ്കളും കരുതുന്നത് ഇത് ED റെയ്ഡിനെ തുടർന്നുണ്ടായ മാനസിക സംഘർഷം കൊണ്ട് അദ്ദേഹം ചെയ്തു പോയതാണെന്ന് തന്നെയാണല്ലേ? അല്ല, അറസ്റ്റ് വരുമെന്ന് പറയുമ്പോൾ എത്രയായാലും ആർക്കാണെങ്കിലും ഒരു വിഷമം ഉണ്ടാവുമല്ലോ. കാര്യം ഇത്രയും റെപ്യൂട്ടഡ് ആയിട്ടും വളരെ എല്ലാവരും റെസ്പെക്ട് ചെയ്യുകയും ചെയ്യുന്ന ഒരു സ്ഥാപനത്തിന്റെ ഉടമ എന്നുള്ള നിലയിൽ ഒരു ദിവസം പെട്ടെന്ന് അറസ്റ്റ് ചെയ്യുകയും അദ്ദേഹം കുറ്റാരോപിതനാവുകയും ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ഒരു പ്രയാസം ഉണ്ടാകുമല്ലോ. അപ്പോൾ അത് ഒഴിവാക്കാൻ ഒരു പക്ഷേ അദ്ദേഹം ശ്രമിച്ചു കാണുമായിരിക്കും, അദ്ദേഹം സഹകരിക്കാമെന്ന് പറഞ്ഞു കാണുമായിരിക്കും. ഒരുപക്ഷെ ഏജൻസികൾ അത് അംഗീകരിക്കാനായിട്ട് ചിലപ്പോൾ അവർക്ക് തയ്യാറാകാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടായെന്ന് കാണുമായിരിക്കും. പക്ഷേ എന്തായാലും ഒരു നിമിഷത്തിന്റെ വീക്ക്നെസ്സിൽ അദ്ദേഹം ചെയ്തു പോയതായിരിക്കാം. ശരിക്കും പറയാൻ അങ്ങനെയുള്ള ചെയ്യേണ്ട കാര്യമില്ല. കാര്യം ഇത് ഫേസ് ചെയ്യേണ്ടതാണ്. ഇൻവെസ്റ്റിഗേഷൻസ് ഉണ്ടെങ്കിൽ അതുമായിട്ട് സഹകരിക്കാം, അതിന് ഡോക്യുമെന്റ്സ് കൊടുക്കാൻ, ബാക്കിയുള്ളതെല്ലാം കഴിയും. അറസ്റ്റ് ഒഴിവാക്കാൻ പറ്റാത്തൊരു സാഹചര്യം വന്നപ്പോൾ ഉണ്ടായ മാനസിക സംഘർഷം കൊണ്ട് സംഭവിച്ചതായിരിക്കാനാണ് സാധ്യത എന്നാണ് ഞങ്ങൾ തിരുവനന്തപുരത്തുള്ള വ്യവസായികളുടെ ഒരു കൂട്ടായ്മ എന്നുള്ളത് ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലാകും. തീർച്ചയായും. അതെ, തീർച്ചയായും.
അങ്ങ് ഉൾപ്പെടുന്ന വ്യവസായ ലോകത്തെ ആ ഞെട്ടൽ എത്രത്തോളം ഉണ്ടോ അത്രത്തോളം തന്നെ ഇത് കേൾക്കുന്ന എല്ലാ ആളുകൾക്കും ഉണ്ടാകുമെന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. കോൺഫിഡന്റ് ഗ്രൂപ്പ് ഉടമ CJ റോയ് ജീവൻ ഒടുക്കി എന്നുള്ള വാർത്തയാണ് അല്പസമയം മുൻപ് പുറത്തു വന്നത്. സ്വയം വെടിവെച്ച് മരിക്കുകയായിരുന്നു. എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെയും IT-യുടെയും റെയ്ഡ് അദ്ദേഹത്തിന്റെ കമ്പനിയിൽ നടക്കുന്നുണ്ടായിരുന്നു. അതിനിടെയാണ് അദ്ദേഹം ആത്മഹത്യ ചെയ്തത് എന്നുള്ള വിവരമാണ് പുറത്തു വരുന്നത്. അദ്ദേഹത്തിന്റെ പ്രവർത്തനം അത് വിവിധ മേഖലകളിൽ വ്യാപിച്ചു നിൽക്കുന്നതാണ്. അത് ബിൽഡിംഗ് രംഗത്ത് മാത്രമല്ല, അദ്ദേഹം വിദ്യാഭ്യാസ രംഗത്തും ഒപ്പം സിനിമാ മേഖലയിലും എല്ലാം അദ്ദേഹത്തിന്റെ പ്രവർത്തനങ്ങൾ വ്യാപിച്ചു കിടക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ റിയാലിറ്റി ഷോയിലൂടെ ഏറെ ശ്രദ്ധേയമായിരുന്നു കോൺഫിഡന്റ് ഗ്രൂപ്പ്. വിന്നേഴ്സിന്, പ്രത്യേകിച്ച് വിജയികൾക്ക് ഫ്ളാറ്റുകൾ നൽകുന്നത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളെല്ലാം കോൺഫിഡന്റ് ഗ്രൂപ്പ് ചെയ്തിരുന്നു. അങ്ങനെ തന്നെ ആ ബ്രാൻഡിനെ ഏറെ ശ്രദ്ധയോടെ വളർത്തിക്കൊണ്ടുവന്ന ഒരാളാണ്. 2006 മുതൽ ഉള്ള ബ്രാൻഡാണ് കോൺഫിഡന്റ് ഗ്രൂപ്പ്. അതിനെ എല്ലാ പടവുകളുടെയും കൈപിടിച്ച് ഉയർത്തിക്കൊണ്ടുവന്ന ഒരാൾക്കാണ് ഇത്തരത്തിലൊരു ദാരുണാന്ത്യം സംഭവിച്ചത് എന്നുള്ളതാണ് ഏറെ സങ്കടകരമായ കാര്യം. അദ്ദേഹം കോൺസുലർ ഓഫീസർ കൂടിയാണ്. സ്ലോവാക് റിപ്പബ്ലിക്കൻ ബാംഗ്ലൂരിന്റെ ഹോണററി കോൺസുൽ അംബാസഡർ കൂടിയാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അങ്ങനെ അദ്ദേഹത്തിന്റെ ഈ വിയോഗ വാർത്ത വ്യവസായ ലോകത്തിന് തീരെ ഉൾക്കൊള്ളാനാകുന്നതല്ല എന്ന് മനസ്സിലാക്കുകയാണ്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.